അതാണല്ലോ 5 ജീവികൾ നാളെ സ്വർഗത്തിലുണ്ട്, 5 മൃഗങ്ങൾ നാളെ സ്വർഗത്തിലുണ്ട്. എന്താ കാരണോ? ഈ 5 മൃഗങ്ങളും മഹാന്മാരെ കൂടെ കൂടിയതാ. ഒന്ന് നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, കൽബു അസ്ഹാബിൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലുണ്ട്. എന്തേ കാരണോ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ നിസ്കരിച്ചണോ? നോമ്പോറ്റിക്കോ? റമദാൻ മാസം നോമ്പോറ്റിരുന്നോ? സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും നന്മ ചെയ്തോ, സ്വതക്ക കൊടുത്തോ, ഹജ്ജ് ചെയ്തോ? ഒന്നുമല്ല. പിന്നെയോ ഔലിയാക്കന്മാരെ കൂടെ കൂടിയത്, അവരെ സ്നേഹിച്ച് പിന്നാലെ കൂടിയപ്പോ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസം ഓരോ മുഅ്മിനിനും 3 തവണ ഓതേണ്ട സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ ആ നായയെ പറയാതെ ആ സൂറത്തുൽ കഹ്ഫ് പൂർത്തിയാവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ആ നായയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നായയെ പറഞ്ഞാലും കൂലിയാ. നമ്മുടെ ഈ മജ്ലിസിൽ ഭക്ഷണം വെച്ച് തരുന്ന ആവിലോറക്കാരനായ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇന്നലെയും ഇവിടുന്ന് മന്ദിരിച്ച് പോയതാണ് അല്ലേ? ഇത് വേറെ ആളാ. ഇന്നലെ മന്ദിരിച്ച് മാറിയില്ലേ? അൽഹംദുലില്ലാഹ്. ഇന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നീ അത് തട്ടിമാറ്റി കൊടുക്കണേ അല്ലാഹ്, ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ ചെയ്യുന്നവൻ സാധുവാണ്, ഒന്നിനും പറ്റാത്തവനാണ്. പക്ഷേ അല്ലാഹുവേ, റിഫായി ശൈഖിന്റെയും മുഹീദ്ദീൻ ശൈഖിന്റെയും ഖുതുബുൽ ആലമിന്റെയും ഒക്കെ പേരിലാണ് ഈ മജ്ലിസ് ഇവിടെ നടക്കുന്നത്. അല്ലാഹ്, അവരെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പറഞ്ഞു വന്നത്, ആ നായയെ പറയാതെ, നായന്റെ മൗലിദ വെള്ളിയാഴ്ച ഓതുന്നത് ഇതാ പറഞ്ഞത്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായന്റെ മൗലിദ് 3 വട്ടോ പള്ളിയിലിരുന്ന് ഓതല്. നിങ്ങൾ ആലോചിച്ചു, പള്ളിയിൽ പോയിട്ടിരുന്ന് ഓത് തന്നെ. എന്തേ? നായനെ പള്ളിയിൽ നമ്മൾ കയറ്റലുണ്ടോ? സുബ്ഹാനല്ലാഹ്. നായനെ തൊട്ടാലോ 7 വട്ടം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെ കഴുകണോ? സോപ്പ് മതിയാവില്ല. ആ അക്കോലത്തിൽ മണ്ണ് കലക്കിയിട്ട് കഴുകണോ? ഈ നായന്റെ മൗലിദാണ് വെള്ളിയാഴ്ച 3 വട്ടം ചെല്ലല്, ഓതല് സുന്നത്തുണ്ട് എന്ന് പഠിപ്പിച്ചത്. എന്താ ഈ നായക്ക് എത്ര വലിയ ബഹുമാനം? വലിയ തറവാടിയായ മനുഷ്യനും പോയിട്ട് നായന്റെ മൗലിദ ഓതുന്ന വെള്ളിയാഴ്ച. നിങ്ങൾ ആലോചിച്ചു, എന്തേ ഈ തറവാടിയേക്കാളും വലിയ ബഹുമാനം ആ നായക്ക് കിട്ടാനുള്ള കാരണം? ആ നായ മഹാന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടിയതാ. അതുപോലെ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമുണ്ട്, അതും നാളെ സ്വർഗത്തിൽ ഉണ്ടാവും. അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പകരം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരം അറുക്കപ്പെട്ട ഒരാടുണ്ട്, അത് സ്വർഗത്തിലാണ്. അതുപോലെ ഉസൈർ എന്ന് പറയുന്ന മഹാന്റെ ഒരു കഴുതയുണ്ട്, ഇത് സ്വർഗത്തിലാണ്. അതുപോലെ ബുറാഖു റസൂലുള്ളാഹി തങ്ങളുടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനം, ആ മൃഗം നാളെ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, ആ സ്വഹാബുൽ കഹ്ഫിലെ നായകളെ പോലെയെങ്കിലും മഹാന്മാരെ കൊണ്ട് ഞങ്ങളെയും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. സ്വന്തമായ ജീവിതത്തിൽ നിർവഹിച്ച നിസ്കാരം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. നോറ്റ നോമ്പുകളെ വെച്ചിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടാമെന്ന് തോന്നുന്നില്ല. അതുപോലെ സാധുക്കളെ സഹായിച്ചത് ആലോചിക്കുമ്പോ പറയാനേ ഇല്ല, ഒരു നന്മയും പറയാനില്ല.
പക്ഷേ ആകെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത്, ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുന്നുണ്ട് അല്ലാ. നീ ആദരിച്ചവരാദരിക്കുന്നവരാ, നീ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാ. ആ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഇതിങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരികയാണ്, മഹാന്മാരെ പിടിച്ചാൽ വലിയ പവറാണ്. മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ്, അല്ലാഹുവേ അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ റഈസുൽ ഉലമയുടെയും അവരുടെ ഒക്കെ ഉസ്താദാണ് മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്. ഈ മാസം മഹാനുഭാവന്റെ ആണ്ടുകൂടെ നടക്കുന്ന മാസമാണ്. അല്ലാഹുവേ നീ ആ മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. കോഴിക്കോട് ജില്ലയിലുള്ള അഹ്സനിമാരാകുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ സംഘടിച്ച് ഈ വർഷവും ഇൻഷാ അല്ലാഹ് ഡിസംബർ 8 മർക്കസിൽ വെച്ച് മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് മഹാനവറുകളുടെ അനുസ്മരണ പരിപാടി നടത്തുകയാണ്. നിങ്ങളൊക്കെ അതിൻ്റെ പരിസരത്തുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് 2 മണി മുതൽ 5 മണി വരെ അവിടെ പരിപാടി നടക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിന് സംഗമിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളോടൊക്കെ ഉണർത്തുകയാണ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം കിട്ടുന്നവരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ശൈഖുന ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് അവിടുന്ന് ആറ്റുനോറ്റ് വളർത്തിയ സ്ഥാപനമാണ് ഇഹ്യാഉസ് സുന്ന ഒതുക്കുങ്ങലുള്ളത്. ഇന്ന് റഈസുൽ ഉലമ, ഇന്നും അന്നും ഒക്കെ റഈസുൽ ഉലമയാണ് അതിൻ്റെ തലപ്പത്ത് ബഹുവന്യരായ ഉസ്താദ് ഏൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണമായിട്ട് ആ ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥ വന്നു. ചില രാഷ്ട്രീയക്കാരതിനെ പൂട്ടിച്ചൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ കാര്യം നീ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറയുമ്പോ എലക്ഷൻ മുന്നിൽ വെച്ച് പറയാണോ എന്ന് ചിലക്ക് തോന്നിപ്പോകും. ഞാൻ അതല്ല പറയുന്നത്. എൻ്റെ വിഷയം എലക്ഷനും ഒന്നുമല്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ആരെ കൂടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് മഹാന്മാരെ പിടിച്ചാൽ അവരുടെ ഒരു സഹായം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അത് പൂട്ടേണ്ട സാഹചര്യം വന്നു. അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ മുഴുവനും ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദർസ് നടത്തുകയാണ്. വല്ലാത്ത പ്രയാസകരമായ അവസ്ഥ. കോളേജ് പൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ രാഷ്ട്രീയക്കാരായ ആളുകള് ഉസ്താദുൽ അസാതീദിന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് വലിയ തെറിയഭിഷേകങ്ങളൊക്കെ നടത്തി. ഇതിങ്ങനെ കേട്ടപ്പോൾ മഹാനായ ഓക്കെ ഉസ്താദ് ചോദിക്കാണോലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാനാവോ? കാരണം അവരൊന്നും അങ്ങനെ ഒരു വാക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു മുഅ്മിനിന്റെ നാവെന്ന് ഇങ്ങനൊക്കെ പറയാൻ കഴിയോ? മഹാനായ ഓക്കെ ഉസ്താദ് ചോദിച്ചു പോകാണ്. എൻ്റെ വിഷയം അതല്ല. അന്ന് ആ കോളേജ് തുറക്കാൻ വേണ്ടിയിട്ട് മഹാനായ ശൈഖുനാക്ക് വല്ലാതെ സഹായം ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളും ഒരു രാഷ്ട്രീയക്കാരനാണ്. കാര്യമായിട്ട് മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യങ്ങളൊന്നും അക്കാലത്ത് കാണിക്കാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിനോട് വലിയ ബഹുമാനാണ്, ആദരവാണ്. ഇഹ്യാഉസ് സുന്നയോട് വലിയ സ്നേഹാണ്. അതുകൊണ്ട് ഈ കോളേജ് തുറപ്പിക്കണം, അതിൻ്റെ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു നടന്നു. ആ മനുഷ്യൻ വഫാത്താകുന്ന മരണപ്പെടുന്ന സമയത്ത് എനിക്കോർമ്മയുണ്ട്, മഹാനായ റഈസുൽ ഉലമയുടെ മകൻ കൂടെയായ ഞങ്ങളുടെ ബഹുവന്യരായ ഉസ്താദ് അബ്ദുൽ അഹ്സനി ഉസ്താദ് നമ്മുടെ കേന്ദ്ര മുശാവറയുടെ സ്ഥിരക്ഷണിതാവ് കൂടെയാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മരണസമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആരോ പറഞ്ഞോലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയാ മതിയല്ലോ,
മുഹമ്മദുർ റസൂലുള്ള ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോലും ഞാനിത് ഫുള്ളായിട്ടൊന്നങ്ങോട്ട് പറഞ്ഞ് മരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പൂർണ്ണമായ ഷഹാദത്ത് ചൊല്ലിയ മനുഷ്യൻ ലോകത്തോട് വിട പറയുന്ന രംഗം അന്നുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച്, മഹാന്മാരെ കൂടെ കൂടിയാൽ നമ്മളെ ഖൽബ് നന്നായി കിട്ടും, നമ്മളെ ഖൽബ് നന്നായി കിട്ടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഒരു മെമ്പറാണ്. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. ഓ മുസ്ലിമീങ്ങളെ, മഹാനായ ഇമാം ബൂസൂരി തങ്ങളും പറയുന്നത് കാണാം. ഓ മുസ്ലിമീങ്ങളെ, പേടിക്കേണ്ടതില്ല. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ ഇനായത്തും മിനർ റുക്നി ഗൈറ മുൻഹദിമി. പൊളിഞ്ഞു പോകാത്ത, തകർന്നു പോകാത്ത, നശിച്ചു പോകാത്ത ഒരു വല്ലാത്ത സഹായം നമുക്ക് കിട്ടാനുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം ഏതാണ്? അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി എന്നുള്ളത് വല്ലാത്ത നിഅമത്താണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആ നിഅമത്തുകളെ കുറിച്ചൊന്നും ആലോചിക്കാതെ, നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാതെ നമ്മൾ ഈ ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാലെ വല്ലാതെ ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഭൗതികമായ ലോകമാണ് യഥാർത്ഥ ലോകമെന്ന് കരുതിയിട്ട് ഈ ലോകത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ മഹത്തുക്കളായ ആളുകൾ അവരല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെ മറക്കാതെ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി, ഇത് നശ്വരമായ ലോകമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയായി പോകാനുള്ള ലോകമാണ്, വരാനുള്ള ഒരു ലോകമുണ്ട്. ഏതാണ് ആ ലോകം? വൽ ആഖിറതു ഖൈറും വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. ഇന്നും ജുമാ നിസ്കാരത്തിൽ ഒരു പക്ഷേ ആ ജുമാക്ക് ഇമാമെന്നുള്ള ഉസ്താദ് ഒന്നാമത്തെ റക്അത്തിൽ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ആഖിറം മറന്നു പോകല്ല, ദുനിയാവിലെ പിന്നാലെ ഓടല്ല. ഈ ദുനിയാവ് നശിക്കാനുള്ളതാ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ദുനിയാവിൽ ഏത് വലിയ പവർ കിട്ടുമ്പോഴും, ഈ ദുനിയാവിൽ ഏത് വലിയ സ്ഥാനം ലഭിക്കുമ്പോഴും, ഈ ദുനിയാവിൽ ആര് നമ്മളെ ആദരിക്കുമ്പോഴും, ആര് നമ്മളെ ബഹുമാനിക്കുമ്പോഴും, എത്ര വലിയ പവറ് സമ്പത്ത് നമുക്ക് ഈ ദുനിയാവിൽ ലഭിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ കിബർ വരാതിരിക്കാൻ ഈ ആയത്ത് നമ്മളുടെ മനസ്സിലൊരു ഓർമ്മയിലുണ്ടായാൽ മതി കേട്ടോ. എന്തേ അല്ലാഹു തആല പറഞ്ഞു തരുന്നത്? കുല്ലു മൻ അലൈഹാ ഫാൻ. മോനെ, ഈ ദുനിയാവിലുള്ള എല്ലാ പവറുകളും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ആർഭാടങ്ങളും എല്ലാം അലൈഹാ ഫാൻ. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാനുള്ളതാ. എന്നാൽ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം.
യജമാനനായ അള്ളാഹു മാത്രമേ ബാക്കിയുണ്ടാവൂ. ആ അള്ളാഹുവിൽ തൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്തത് മാത്രമേ ബാക്കിയുണ്ടാവൂ. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹലത സായിലു ഉള്ളതും ഉള്ളതല്ല ഉള്ളതൊന്നേ ഉള്ളതുള്ളൂ ഉള്ളതിൽ നാശമില്ല നാശമുള്ളതുള്ളതല്ല. ഈ ബോധം നമ്മളുടെ മനസ്സിലേത് സമയത്തും ഉണ്ടാവണം. അള്ളാഹു നമ്മളെ അവന്റെ ചിന്തയിൽ നിന്ന് കൽബ് മുറിഞ്ഞു പോകുന്നവരിൽ പെടുത്താതെ അവന്റെ സ്മരണയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കാരം ഖളാ ആക്കാൻ യാതൊരു മടിയുമില്ല. 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ 500 രൂപ കിട്ടും. 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ 500 രൂപ കിട്ടും. എന്നാലോ 5 മിനിറ്റ് വൈകിപ്പോയാൽ നിസ്കാരം കിട്ടും, 500 മുടങ്ങും. എന്തേ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്? തൽക്കാലം നിസ്കാരം പോട്ടെ, 500 കിട്ടട്ടെ. ഇതാണ് നമ്മളുടെ സ്വഭാവം. ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ആ ബസ്സിന് കൂലി കൊടുക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ളുഹർ നിസ്കാരം നിസ്കരിക്കാനുള്ള നേരമുണ്ട്, ബസ് വരാനായിട്ടേ ഉള്ളൂ. എന്നാൽ അപ്പോഴാണ് ഒരാൾ കാറ് സൈഡാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടാ കുന്നമംഗലത്തേക്കാണ് അല്ലെ കോഴിക്കോട്ടേക്കാണ്, ഞാനും അങ്ങോട്ടാണെന്നാ കയറിക്കോളീ. സുബ്ഹാനല്ലാഹ്, കയറിയാലോ ഇയാൾ തിരക്കിട്ട് പോവുക, ളുഹർ നിസ്കാരം ചിലപ്പോൾ കിട്ടൂല. എന്നാ 10 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് കിട്ടും. ആ ബസ്സിനൊരു 10-20 രൂപ കൊടുത്താൽ കോഴിക്കോട് അങ്ങാടിയിലെത്താം, ളുഹർ നിസ്കാരവും കിട്ടും. നമ്മൾ ഏതാ തിരഞ്ഞെടുക്കാറുള്ളത്? തൽക്കാലം AC ഇട്ട കാറിൽ പോകാൻ വലിയ സൗകര്യമാണ്, ബുദ്ധിമുട്ടുണ്ടാകൂല. അതുകൊണ്ട് 5 വക്ത് നിസ്കാരത്തിലെ ളുഹർ നിസ്കാരം നമ്മളങ്ങ് മറന്നു കളയാണ്. ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് ആഖിറത്ത് വല്ലാതെ മറന്നു പോകുന്നു. ആ ആഖിറത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും നമ്മളുടെ മനസ്സിലില്ല. നമ്മളെല്ലാവരും ഈ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്ന ഓട്ടം കാണുമ്പോൾ ഈ ദുനിയാവിൽ മരണമില്ലാതെ എല്ലാ കാലത്തും ജീവിക്കാനുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. എന്നാൽ ആ ളുഹറും കളാക്കിയിട്ട് കാറിൽ കയറിയിട്ട് കോഴിക്കോട് ടൗണിലേക്ക് പോകുമ്പോ 500 രൂപ ലാഭം കിട്ടാനാണ്. പോകുന്ന വഴിയിൽ വണ്ടി ആക്സിഡന്റിൽ പെടുന്നു, അതേ ആള് മരിച്ചു പോകുന്നു. ഇത്രേ നമ്മളുടെ മുന്നിലുള്ള ജീവിതമുള്ളൂ. സുബ്ഹാനല്ലാഹ്, രാവിലെ നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ ആള് വീട്ടിൽ നിന്ന് നല്ല ആരോഗ്യവാനായി ജോലിക്ക് ഇറങ്ങിയവനാണ്. എന്നാൽ വൈകുന്നേരം അതാ അവന്റെ ചലനമറ്റ ശരീരം കൊണ്ടുവരുന്നു. അടുപ്പക്കാരായ ആളുകൾക്ക് പോലും അല്ല മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത കോലത്തില് പോകുന്ന വഴിയിൽ ആക്സിഡന്റായിട്ട് തെറിച്ച് വീണപ്പ തലയിലൂടെ ലോറി കയറിപ്പോയതാ, ബസ് കയറിപ്പോയതാ. രാവിലെ നന്നായി തലമുടി വറന്ന് വെച്ച് മുഖത്ത് നന്നായിട്ട് പൗഡർ തേച്ച് മുഖം നന്നായി മിനുക്കിയിട്ട് ഇറങ്ങിപ്പോയവനാ. എന്നാൽ സ്വന്തം ഭാര്യക്കും മക്കൾക്ക് പോലും മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയില് വീട്ടിലേക്ക് ആ ജനാസ വരുന്നു.
കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടില്ലേ? എറണാകുളം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ സുയസിലെ സെക്രട്ടറിയായ സഖാഫി, അദ്ദേഹം അതാ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബൈക്കിൽ പോകുമ്പോ ആക്സിഡന്റ് പറ്റുന്നു. അതേ വഫാത്തായി പോകുന്നു. 5 പറക്കമുറ്റാത്ത മക്കളെ യതീമുകളാക്കിയിട്ട് ആ സഖാഫി 6 അടി മണ്ണിലേക്ക് പോയില്ലേ? അല്ലാഹുവേ, അവരെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും വലിയ ക്ഷമ നൽകണേ അല്ലാ. ഇവിടെ വന്ന ഞാൻ ഇന്ന് രാത്രി തിരിച്ച് വീട്ടിലെത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇവിടെ വന്ന് നിങ്ങൾ ഇനി നിങ്ങളുടെ വീട് കാണുമെന്നൊരു നിശ്ചയവുമില്ല. നാളെ ഒരു പക്ഷേ ഇവിടുത്തെ മജ്‌ലിസിൽ ഖുത്റാത്തീബ് തുടങ്ങുമ്പോ ഇന്നലെ ഇവിടെ വഅദ് പറയാമെന്ന് ഹസനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് തുടങ്ങാമെന്ന് പറയാൻ സാധ്യതയുള്ള ലോകമാണ്. അത്രയേ നമ്മളുടെ മുന്നിലുള്ള ലോകമല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ പിന്നാലെ ഓടല്ല കേട്ടോ, ഈ ദുനിയാവിലെ പിന്നാലെ നടക്കല്ല കേട്ടോ. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്, നാശമില്ലാത്തൊരു ലോകമുണ്ട്, അവസാനമില്ലാത്തൊരു ലോകമുണ്ട്, മരണമില്ലാത്തൊരു ലോകമുണ്ട്. ആ ലോകമേതാണ്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ വൽആഖിബതു ലിൽമുത്തഖീൻ. ആർക്കാണ് ആഖിറമാകുന്ന നശിക്കാത്ത ലോകം? ആർക്കാണ് മരണമില്ലാത്ത ലോകത്തെ വിജയമല്ല സംവിധാനിച്ചത്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ. ദുനിയാവിലെ പിന്നാലെ ഓടാത്ത ആളുകൾക്ക് ആഖിറമുള്ളത്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. അവര് ഭൂമിയിൽ ജീവിക്കുമ്പോ യാതൊരു ഉന്നതിയും അവരെ ലക്ഷ്യം വെക്കൂല. എല്ലാ ആളുകളും ബഹുമാനിക്കണമെന്ന ചിന്ത അവർക്കുണ്ടാവൂല. എല്ലാ ആളുകളെ ആദരിക്കണമെന്ന ചിന്തയുണ്ടാവൂല. എന്നെ വലിയ നേതാവാക്കണമെന്ന ചിന്തയുണ്ടാവൂല. മഹല്ലിലെ പ്രസിഡന്റ് ആവാനുള്ള എല്ലാ യോഗ്യതയും എനിക്ക് തന്നെയാണുള്ളത്. എല്ലാം ആക്കിയില്ലെങ്കിൽ ഞാനിനി ആ പള്ളിയിൽ ജുമക്ക് പോലും പോകൂല. ഇങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥ ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ ഉണ്ടാവൂല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസദാ. ദുനിയാവിൽ അവർ ജീവിക്കുമ്പോൾ അവർ യാതൊരു ഉന്നതിയും ലക്ഷ്യം വെക്കൂല. നമുക്കൊരു സദസ്സിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആരും എണീച്ചു തന്നില്ല, മൈൻഡ് ചെയ്തില്ല. എന്നാലോ ഇനി ഞാൻ ആ ബൈക്കെന്നെ പോകില്ല എന്നാ പറയാ. ഇനി ഞാൻ ആ ബൈക്കെന്നെ പോകില്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, എത്ര വിനയാണ് എന്നറിയോ അവരുടെയൊക്കെ ജീവിതത്തിൽ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ കുറച്ച് കുട്ടികളുണ്ട്, കളിക്കുന്നു ഗ്രൗണ്ടിൽ വെച്ച്. അപ്പൊ റിഫായി ശൈഖ് അതിലൊരു കുട്ടിയോട് ചോദിച്ചു, എടാ നീ ആരുടെ മോനാണ് എന്ന് ചോദിച്ചു. നിന്റെ ബാപ്പ ആരാ? സാധാരണ ഒരു കുട്ടിനെ കണ്ടാ നമ്മൾ ചോദിക്കുന്ന ചോദ്യാണ്. റിഫായി ശൈഖ് ചോദിക്കാണ്, നീ ആരുടെ മോനാണ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, ഞാൻ ആരെ മോനാന്ന് പറഞ്ഞിട്ട് ഇങ്ങക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആരെ മകനാണ് എന്നറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യമുള്ളത്?
അപ്പഴാ റിഫായി ശൈഖ് ആലോചിച്ചത്, ശരിയാണല്ലോ, അവൻ ആര മോനാണ് എന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കലാണ് നല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം, നല്ല മുസ്ലിമിന്റെ അടയാളം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളോടാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ മാത്രമല്ല, റിഫായി ശൈഖ് ആ കുട്ടി അങ്ങനെ ചോദിച്ചപ്പോ റിഫായി ശൈഖ് പിന്നെ ആ കുട്ടിയെ കാണുമ്പോ ബഹുമാനിക്കായിരുന്നു എന്നാ. എന്താ ബഹുമാനിക്കാനുള്ള കാരണോ? ആവശ്യമില്ലാത്തതിൽ ഇടപെടരുത് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി കൊടുത്ത ആളാണ് ആ കുട്ടി. നമ്മളാണെങ്കിൽ ആ കുട്ടീനെ മറക്കൂല. റിഫായി ശൈഖും മറന്നിട്ടില്ല, പക്ഷെ ബഹുമാനത്തോടാ മറക്കാതെന്നത്. നമ്മളും മറക്കൂല. നമ്മളെന്താ പറയാ, കുരുത്തം കെട്ട കുട്ടിയാട്ടോന്നറിയാം. സുബ്ഹാനല്ലാഹ്. വേറെ ആൾക്കാരോട് ചിലപ്പോ പറയൂ, ആൾക്കാരുടെ നിന്നും ചെറിയവനോട് വർത്താൻ പറയാൻ നിൽക്കണ്ട, കുരുത്തം കെട്ടതാണ്, തെറിച്ച കുട്ടിയാണ് എന്നറിയും. നമ്മൾ അതോടുകൂടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. റിഫായി ശൈഖ് പറയാണ്, പിൽക്കാലത്ത് ആ കുട്ടിയെ കാണുമ്പോ ബഹുമാനിക്കലാണ്. എന്താ കാരണം? അനാവശ്യമായ കാര്യത്തിൽ ഇടപെടരുത് എന്ന ആശയം മുത്തുനബി പഠിപ്പിച്ചു തന്ന ആശയമാണ്. എന്നാൽ അറിയാതൊന്ന് ചോദിച്ചപ്പോ ആ കുട്ടി തിരിച്ചു ചോദിച്ച്, നിങ്ങൾക്ക് എന്താ കാര്യം? കാര്യമില്ലാത്തത് എന്തിനാ അന്വേഷിക്കുന്നത്? അല്ലാഹുവേ, ആ മഹാന്മാരെ പോലെ വിനയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. യാതൊരു ഉന്നതിയും അവരുടെ ജീവിതത്തിൽ അവർ ലക്ഷ്യം വെക്കുക തന്നെയില്ല. നമുക്ക് വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭാര്യ അടുക്കളയിൽ വലിയ പണിത്തിരക്കില്ല. ഭർത്താവാകുന്ന നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവൾ അറിഞ്ഞില്ല, എന്തോ കാര്യം കൊണ്ട് അവൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ അന്ന് പ്രശ്നം ഉണ്ടാവാൻ അതുപോലെ. ഞാൻ കയറി വന്നപ്പോൾ ഒരു പച്ച വെള്ളം വേണോന്ന് ചോദിക്കാൻ പോലും കയ്യാത്ത എന്ത് മലമറിക്കുന്ന പണിയാണ് എനിക്ക് ഇവിടെ ഉള്ളത്. ഇതാ നമ്മൾ ചോദിക്കുക. നിങ്ങളാലോചിച്ച് നോക്ക്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഞാൻ അങ്ങോട്ടൊന്നും പോവുകയല്ല, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോവുകയല്ല, സാന്ദർഭികമായി ഉണർത്തുന്നു എന്ന് മാത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരാൾ പരാതി പറയാൻ ചെന്നു. എന്താ പരാതി? എൻ്റെ ഭാര്യ എന്നെ തീരെ അനുസരിക്കുന്നില്ല, വല്ലാതെ ദേഷ്യം പിടിക്കും ഭാര്യ. ആ പരാതി പറയാനാ പോയത്. ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. മഹാനവറുകൾ ഭരണം നടത്തുന്ന കാലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് കേട്ടാൽ ഇബ്ലീസിന് പോലും പേടിയാണ്. അത്ര വലിയ ധീരനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ഈ ആള് ചെന്ന് പരാതി പറയാൻ ചെന്നത്. വീട്ടിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ പുറത്ത് നിന്ന് തന്നെ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് എന്താ സൗണ്ട് എന്നിങ്ങനെ നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നിർത്തിപ്പൊരിക്കാണ് ഭാര്യ. സുബ്ഹാന ജല്ല ജലാലു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് എന്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയാനാ ചെന്നത്. ചെന്ന് നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ആ ഭാര്യന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു കൊടുക്കുക സാധുവായിട്ട്. ആ ഭാര്യ ഇങ്ങനെ വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്. നാട് വിറപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഭാര്യന്റെ മുന്നിൽ ഇങ്ങനെ സാധുവായിട്ട് നിന്നു കൊടുക്കാൻ. ഈ രംഗം കണ്ടപ്പോ ഈ മനുഷ്യൻ മെല്ലനെ തിരിച്ചു പോന്ന്. കാരണം എന്താ? ഈ ഉമർ തങ്ങളോട് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യ? എന്റെ വീട്ടിൽ ഇത്ര പ്രയാസമൊന്നുമില്ല, എന്റെ ഭാര്യ ഇത്ര ദേഷ്യം പിടിക്കൊന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭാര്യ ഇങ്ങനെ വല്ലാതെ ദേഷ്യം പിടിക്കാൻ മെല്ലനെ തിരിച്ചിങ്ങനെ പോരുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടുപോയി. വിളിച്ചു, ഇവിടെ വാന്ന് പറഞ്ഞു. ചെന്നു. എന്തേ വന്നത്? ഒന്നുമില്ല. അല്ല, എന്താ വന്ന കാര്യം? അപ്പൊ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാനാ വന്നത്, പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നില്ല. സുബ്ഹാനല്ലാഹ്. വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഈ മനുഷ്യൻ പറയാൻ, എന്റെ ഭാര്യ എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ള പരാതി പറയാനാ വന്നത്. വന്നു നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ നിർത്തിപ്പൊരിക്കുകയാണ്. പിന്നെ നിങ്ങളോട് എങ്ങനെ ഞാൻ എന്റെ പ്രയാസം പറയാ? സുബ്ഹാനല്ലാഹ്. നമ്മൾ തുല്യ ദുഃഖിതരാൻ.
ആ സമയത്താണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് പറയാണ്, അല്ലയോ സഹോദരാ, ആ ഭാര്യ ഇങ്ങോട്ടല്ല ദേഷ്യം പിടിച്ചെന്നോട് സംസാരിക്കുമ്പോ അവളോട് അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ അറിയാത്തതിൻ്റെ പേരിലല്ല ഞാൻ ഇങ്ങനെ മൗനം പാലിക്കുന്നത്. ശാരീരികമായും അതുപോലെ മറ്റൊക്കെ അവളെ അടക്കി നിർത്താൻ എനിക്ക് ബലമില്ലാത്തതിൻ്റെ പേരിലോ ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിലോ അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. മറിച്ചോ അവര് സാധുക്കളാണല്ലോ, എത്രമാത്രം ഹിദ്മത്തുകളാണ് അവര് നമുക്ക് ചെയ്തു തരുന്നത്. നമുക്ക് ഭക്ഷണം വിശക്കുന്ന സമയത്ത് ആവശ്യമുള്ളപ്പോ അടുക്കളയിലേക്ക് ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴത്തേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം അവിടെ വരികയാണ്. ഭാര്യമാര് തയ്യാറാക്കുന്നതല്ലേ. രാവിലെ പോയി വൈകുന്നേരമാകുമ്പോഴത്തേക്ക് അതേ ധരിച്ച വസ്ത്രം മുഴുവനും അഴുക്ക് എല്ലാമായിട്ട് വന്ന് കഴിച്ചിട്ട് കൊടുത്തതാണ്. പിറ്റേന്ന് രാവിലെ നേരം പുലർന്ന് പോകാൻ നോക്കുമ്പോ അതാ നമുക്കിടാനുള്ള നല്ല ഡ്രസ്സ് അയൺ ചെയ്ത് ഫ്രഷായി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആരാ ഇത് ചെയ്തത്? നമ്മളുടെ ഭാര്യമാരാ. മാത്രമല്ല നമ്മളുടെ ശരീരത്തിൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾ മുഴുവനും ഹലാലായി നിറവേറ്റാൻ വേണ്ടിയിട്ട് അവരല്ലേ നമ്മളോട് സഹകരിക്കുന്നത്. അല്ലെങ്കിൽ ഹറാമിൻ്റെ ചിന്ത നമ്മളുടെ മനസ്സിൽ കടന്നുകൂടിയാൽ നമ്മളുടെ ആഖിറം വരെ നഷ്ടപ്പെട്ടു പോകൂലേ. മാത്രമല്ല നമ്മളുടെ മക്കളെ 9 മാസവും 10 ദിവസവും അവരെ ഗർഭം ചുമന്നത് വല്ലാത്തൊരു അവസ്ഥയാ. ആ 10 മാസം അവര് സഹിച്ച ത്യാഗങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ എപ്പോഴാ അത് നമുക്ക് മനസ്സിലാവല്? നമ്മളുടെ സ്വന്തം ഭാര്യമാര് ഗർഭിണിയാകുമ്പോഴാണ്. അതേ ഗർഭാവസ്ഥയിൽ ഭാര്യമാര് ഉമ്മമാര് എത്രത്തോളം വലിയ ത്യാഗങ്ങളാ സഹിക്കേണ്ടി വരാറുള്ളത് എന്ന് അറിയുക. ഒന്ന് നേരാവണ്ണം കിടക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഒന്ന് ശ്വാസം വിടാൻ അവർക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു വാസന വരുമ്പോഴത്തേക്ക് അവര് ഛർദിക്കുകയാണ്, എന്തെങ്കിലും അവരൊന്ന് കഴിക്കുമ്പോഴത്തേക്ക് അവര് ഛർദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്പസമയമല്ല മലർന്ന് കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് അസ്വസ്ഥത വരുന്നു, ഒന്ന് ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് അസ്വസ്ഥത വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, ഭക്ഷണം കഴിക്കാൻ അവർക്കാവുന്നില്ല. എന്നാലോ വല്ലാത്ത വിശപ്പ് അവരെ അനുഭവിക്കുകയാണ്. ഇങ്ങനെ 10 മാസ കാലയളവ് അവരിതെല്ലാം എന്തിനെ സഹിച്ചതാണെന്നറിയുമോ? എൻ്റെ ബീജമാണ് അവളെ ഗർഭാശയത്തിലുള്ളത്, നമ്മളുടെ ബീജമാണ് അവരെ ഗർഭാശയത്തിലുള്ളത്. നമ്മളുടെ കുട്ടിയെയാണ് അവര് ഗർഭം ചുമക്കുന്നു. പോരാ, മരണത്തിൻ്റെ പകുതി വേദനയ്ക്ക് സമാനമാകുന്ന ഗർഭത്തിൻ്റെ പ്രസവത്തിൻ്റെ വേദനയും സഹിച്ച് അവര് പ്രസവിക്കുന്നു. അത് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല ഇല്ല. ഹൗലൈനി കാമിലൈ, 2 കൊല്ലം അവര് കുട്ടിക്ക് പാല് കൊടുക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പകലോ രാത്രിയോ എന്ന വ്യത്യാസമില്ല. എപ്പോഴാണോ മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് അപ്പ അവിടെ തന്നെ മൂത്രമൊഴിക്കുന്നു. എപ്പോഴാണോ 2ന് തോന്നുന്നത് അപ്പ അവിടെ കാഷ്ടിക്കുന്നു. എപ്പോഴാണോ ദാഹം തോന്നുന്നത് അവിടുന്ന് കരയുന്നു. ചിലപ്പോൾ അത് പാതിരക്കാവാം. ഉമ്മ എഴുന്നേൽക്കുന്നു, വൃത്തിയാക്കുന്നു, കഴുകി കൊടുക്കുന്നു, പാലും കൊടുത്ത് കുട്ടിയെ ഉറക്കിയിട്ട് ഒന്ന് ചെറുതായി ഉറക്കം വരുമ്പോഴത്തേക്ക് കുട്ടിയതാ വീണ്ടും കരയുന്നു, വീണ്ടും ഉമ്മ എഴുന്നേൽക്കുകയാണ്. ഇങ്ങനെ 2 കൊല്ലം ആ ഉമ്മ സഹിച്ചില്ലയോ? ഭാര്യമാര് സഹിച്ചില്ലയോ?
ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നമ്മളുടെ ഭാര്യ ഏതെങ്കിലും ഒരു സമയത്ത് അവര് നമ്മളോടൊന്ന് ദേഷ്യം പിടിക്കുമ്പോ അവരെ മുന്നിലൊന്ന് മൗനം പാലിച്ചു കൊടുക്കാൻ നമ്മളൊന്ന് തയ്യാറാവണ്ടേ. അപ്പോഴത്തേക്ക് എന്നെ അവള് വില വെച്ചില്ല, എന്നെ അവള് ബഹുമാനിച്ചില്ല, എന്നെ അവള് ആദരിച്ചില്ല, ഇതും പറഞ്ഞ് കശപിശ കൊടുകയാണോ? പാടില്ല, പാടില്ല. അതുകൊണ്ടല്ലേ ലോകത്തിലെ നേതാവ് പറഞ്ഞത്, എടാ തഖ്വയും നന്നാവലും നല്ല പ്രവർത്തനങ്ങളോ ഇതെല്ലാം തുടങ്ങേണ്ടത് എവിടെ വെച്ചാണെന്നറിയോ? നിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഇത് തുടങ്ങേണ്ടത്. നാട്ടുകാരുടെ മുന്നിൽ നീ വലിയ മാന്യനാണ്, നാട്ടുകാരുടെ മുന്നിൽ നീ വലിയ സുസമ്മതനാണ്, നാട്ടുകാരുടെ മുന്നിൽ എല്ലാം തികഞ്ഞവനാണ്. എന്നാൽ വീടിൻ്റെ അകത്തളത്തില് നിന്നെ സഹിക്കാൻ കഴിയാത്ത ഭാര്യയാണോ ഉള്ളത്? നിന്റെ സ്വഭാവദോഷം കൊണ്ട് ഇടങ്ങേറാകുന്ന മക്കളാണോ? നീ എന്ത് നന്നായിട്ടെന്ത് കാര്യമാ? ഒരു പ്രയോജനവുമില്ല.